മലയാളത്തിലെ മോഹൻലാല്, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം ഈ 4 പേരായിരുന്നു ഒരു സമയത്തുണ്ടായിരുന്നു. പിന്നീട് മോഹൻലാൽ, മമ്മൂട്ടി മാത്രമായി. അത് അവിടേക്ക് ദിലീപിന്റെ എൻട്രി വന്നു. സുരേഷ് ഗോപി താരതമ്യേന അദ്ദേഹത്തിന്റെ സിനിമകൾ കുറഞ്ഞു വരുന്നു. ആ സമയത്ത് ജയറാം ഈ ഒരു താരനിരയിൽ നിന്ന് മാറി അന്യഭാഷയിലേക്ക് പോകുന്നു, അവിടെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ എന്നുള്ള 2 പേരിലേക്ക് സിനിമ ഒതുങ്ങുന്നു. പിന്നീട് ദിലീപിന്റെ പല ഇഷ്യൂസും പിന്നെ അദ്ദേഹം മാറുന്നു. ആ സ്ഥാനത്തേക്ക് പലരും വന്ന് പൃഥ്വിരാജ് വരുന്നു പോകുന്നു. പക്ഷെ ഇപ്പോഴും മമ്മൂട്ടി, മോഹൻലാൽ മാത്രം നിൽക്കുന്നത്. സുരേഷ് ഗോപി വീണ്ടും ചില സിനിമകളിൽ തിരിച്ചു വരുന്നു. പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. ഈ ജയറാമിന്റെ ഒരു കരിയർ ഒരു റിവ്യൂവർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മറ്റ് ഭാഷയിൽ പോയി പല സൈഡ് വേഷം ചെയ്തു. ഇപ്പം കാളിദാസൻ പറഞ്ഞു നല്ല പൈസ കിട്ടും അതുകൊണ്ടാണ് പോണേ, തമാശ രീതിയിലാണ് ജയറാം തിരുത്തി. ഇദ്ദേഹത്തിന്റെ ഒരു കരിയർ പഴയ ഒരു സ്റ്റാർഡം നഷ്ടമായതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും തോന്നുന്നത് ഒരു റിവ്യൂവർ എന്നുള്ള നിലയിൽ? അല്ല, ജയറാമിന് പണ്ടേ സ്റ്റാർഡും ഇല്ല. സ്റ്റാർഡം എണ്ണുന്ന ഒരാളാണ്. ജയറാമിന്റെ ബേസിക് പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് പുള്ളിക്ക് സ്വാഗ് ഇല്ല. പുള്ളിക്ക് ഫാമിലി പടങ്ങൾ, ഡ്രാമാറ്റിക് ആയിട്ടുള്ള സിനിമകൾ, സ്റ്റോറി ഓറിയന്റഡ്, പിന്നെ ഓഫ് കോഴ്സ് കോമഡി, അത് പുള്ളി കിട്ടില്ല. അപ്പോൾ സി എ ഡി ഉണ്ണികൃഷ്ണൻ, ബി എ ബി എഡൊക്കെ ഞാൻ ഇപ്പോഴും എടുത്ത് കാണാറുണ്ട്. പുള്ളിയുടെ പഴയ സിനിമകളൊക്കെ എനിക്കിഷ്ടം. മറ്റേ പുള്ളി പളനിയിലെ മറ്റേ ഉച്ചയ്ക്ക് അതിന് പുള്ളി ഫിറ്റായിരുന്നു. പുള്ളിക്ക് ടൈലർ മെയ്ഡ് റോൾസ് ആയിരുന്നു അതൊക്കെ. പുള്ളി കിട്ടലായിട്ട് ചെയ്യുകയും ചെയ്യും, കൈനിട്ടും ചെയ്യും. പിന്നെ ദിലീപിന് എൻട്രി വന്നതോടുകൂടി ദിലീപിന് ജയറാമില്ലാത്തൊരു സംഭവമുണ്ട്, സ്വാഗ്. ജയറാമിൻ്റെ പഴയ സിനിമകൾ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ മതി. പുള്ളി സ്വാഗ് കാണിക്കുന്ന സമയത്ത് അങ്ങ് സുഖമില്ല. സ്ക്രീൻഷോട്ട് അടിച്ചാൽ പണി പാടും. പുള്ളി എയർ പിടിക്കുന്നതും ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പാപ്പ ആ ലെവലിലായി പോകും. ദിലീപിന് അതല്ല. ദിലീപ് ഇപ്പോൾ റൺവേ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ദിലീപിൻ്റെ കോമഡി സിനിമയായിട്ടുള്ള സി ഐ ഡി മ്യൂസിയെ പോലും ദിലീപിന് സ്വാഗ് ഉണ്ട്. അപ്പം ജയറാമിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു നടൻ പ്ലസ് സ്വാഗ് വന്നപ്പോൾ ദിലീപ് ഓഫ് കോഴ്സ് സ്റ്റാറായി. ഈ സ്റ്റാർ ഓറ ഇല്ലാത്ത ആൾക്കാർ സ്റ്റാറാകാൻ പറ്റില്ല. അപ്പോൾ അവിടെ ജയറാമിൻ്റെ ഗ്യാപ്പിലേക്ക് ദിലീപ് കയറി വന്ന് ദിലീപിനെ കൊണ്ടുവന്നതിന് ജയറാമും ദിലീപ് തന്നെ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊരു ക്യാരക്ടർ എഴുതി നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജയറാം ഓർ ദിലീപ് എന്ന ഓപ്ഷൻ വന്നാൽ സ്വാഭാവികമായിട്ടും ദിലീപിനത് പോവാം. ഇപ്പം റൺവേ ഇപ്പം മമ്മൂക്ക് വെച്ച പടാന്ന് ആദ്യം പറയുന്നത്. അടുത്ത ദിലീപിനും അതൊരിക്കലും ജയറാമിന് പോവില്ല. ഇപ്പോൾ സി ഐ ഡി മൂസ ജയറാമിന് പോവില്ല. കണാപ്പറിന് സ്വാഗ് ജയറാമിന് കിട്ടൂല. അപ്പം അങ്ങനെ വന്ന് പുള്ളിയുടെ നാച്ചുറൽ സ്വാഗില്ലായ്മ കൊണ്ട് പുള്ളി ഫില്ലോട്ടായി പോയതാണ്. പിന്നെ പുള്ളി പറഞ്ഞ പോലെ അന്യഭാഷയിൽ പോവുകയും ചെയ്തു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഓസ്ലർ തന്നെ പുള്ളിക്ക് എടുത്താൽ പോകാത്ത റോളാത്. പുള്ളി എങ്ങനെയൊക്കെയോ ഒപ്പിച്ചത് അത് ശ്വാസമൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങളുടെ പറഞ്ഞാൽ ഞാനിപ്പോൾ ജയറാമനെ വ്യക്തിഹത്യ ചെയ്തെന്ന് പറഞ്ഞല്ലേ, എനിക്ക് തോന്നി അറിയാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഇത് തന്നെ ബെറ്റർ, ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് തന്നെ ബെറ്റർ. നായകനായിട്ട് വരുവാണെങ്കിൽ പുള്ളി എൻ്റെ അടുത്ത് വെറുതെ ഒരു ഭാര്യ ഏതൊരു പടം എൻ്റെ ഹിറ്റായിട്ടുണ്ടായിരുന്നു. അത് എത്രയോ വർഷം അതന്നെ അതേ പറഞ്ഞു അവസാനമായിട്ട് ഹിറ്റായതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ പിടിച്ച് ചെയ്യാൻ പറ്റും. ഡ്രാമ കോമഡി സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതാണ് ഡ്രാമ. അതിൽ നമുക്ക് ഉണ്ടല്ലോ ഡ്രാമ, കോമഡി, ഇമോഷണൽ സീൻസൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുമ്പോൾ മൂപ്പർ. മറ്റേ ഈ സിനിമയില്ലേ ബാബുവിന് വില്ലനായിട്ടുള്ള, എനിക്ക് ഭയങ്കര മെമ്മറി ലോസ് ഉണ്ട്, അവിടെ ഈ പേര് കിട്ടാത്ത ഉത്തമനിലൊക്കെ അതിൽ മീമൊക്കെ കണ്ടില്ലേ. അതായത് ദിലീപിന്റെ അതേ സോണിൽ ജയറാം സ്ട്രോങ് ആണ്, പക്ഷെ ഈ ഒരു ഒറ്റ സോണിൽ മിസ്സായിപ്പോയി. ഇപ്പം ഇമോഷണൽ സീന് രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്യുമല്ലോ. ലാലേട്ടൻ മമ്മൂക്കി എന്താ ഇവർക്ക് എല്ലാം ഉണ്ട്, ഇവർക്ക് പറ്റാത്ത പരിപാടിയില്ല. അപ്പം മമ്മൂക്കിക്ക് ഡാൻസ് വീക്കാണെങ്കിൽ പുള്ളിക്ക് അത് പുള്ളിയുടെ ക്യാരക്ടർ ഓറ വെച്ച് പുള്ളി അഡ്ജസ്റ്റ് ചെയ്യും. പുള്ളി ഡാൻസ് കളിക്കാൻ നിർബന്ധമില്ല, എന്നും പോകും. അപ്പോൾ കോമഡി വീക്കാണെങ്കിൽ പുള്ളിയുടെ രീതിയിൽ പുള്ളി കോമഡി കാണിക്കുമല്ലോ. ഇപ്പോൾ ശ്രീധരൻ്റെ ഒന്നാം തിരുമുറൊക്കെ ഞാൻ എപ്പോഴും കാണുന്ന, ഗോളാന്തര വാർത്ത എപ്പോഴും കാണുന്നത്, അത് കോമഡിയില്ല. പുള്ളി ക്യാരക്ടറായി മാറിയിട്ട് പുള്ളി ആ ക്യാരക്ടർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്ന ആ രീതിയിലും കോമഡി ചെയ്യും, ലാലേട്ടൻ ചെയ്യുന്ന രീതിയിലല്ലെങ്കിലും. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ലിമിറ്റേഷൻസ് ഇല്ല. ഈ ലിമിറ്റേഷൻ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷേ പുള്ളി ഈസി ആയിട്ട് ഓവർകം ചെയ്യും. ഓക്കെ. ഇപ്പം ഈ നമ്മൾ പറഞ്ഞപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞു. ദിലീപേട്ടൻ്റെ കേസിൻ്റെ വിധി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. അപ്പം ഇപ്പോഴും കോടതി വിധിച്ചിട്ടും പുള്ളിയെ കുറ്റവാളി എന്ന് തന്നെ തീരുമാനിച്ച ഒരു മെജോറിറ്റി വിഭാഗം ഓഡിയൻസ് ഉണ്ട്. പുള്ളിയുടെ സിനിമ കാണില്ല, കമന്റ്സ് അറിയാം. പുള്ളി ഇപ്പോഴും കുറ്റവാളി എന്ന് കരുതുന്ന ഒരു വിഭാഗം ഓഡിയൻസ് ഉണ്ട്. ഈ ദിലീപേട്ടന് പഴയ ഒരു കണ്ടിന്യൂസ്ലി അദ്ദേഹത്തിന്റെ സിനിമകൾ ഫ്ലോപ്പ് ആവുന്നു. ഫ്ലോപ്പ് ഇൻ ദ സെൻസ് ചില സിനിമകൾ വർക്ക് ആവുന്നില്ല. ഇപ്പൊ ഒന്നും ഫ്ലോപ്പ് എന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ വർക്ക് ആവാതെ പോകുന്ന സിനിമകളാണ് തുടർച്ചയായിട്ട് അദ്ദേഹം സെലക്ഷനിൽ പറ്റുന്ന പാളിച്ചായിരിക്കാം. അദ്ദേഹം ഒരു പഴയ രീതിയിലേക്ക് തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ ആളുകൾ പഴയ രീതിയിൽ അദ്ദേഹം സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി അദ്ദേഹത്തിന്റെ ഭാവി പഴയ പോലെ ആവുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ആയിട്ട് കൊളാബ് ചെയ്യണം. അങ്ങനത്തെ ക്രിയേറ്റേഴ്സ് ഇപ്പം തരുൺമൂർത്തി ദിലീപായിട്ട് കൊളാബ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കമൽ നീര് ദിലീപായിട്ട് കൊളാബ് ചെയ്യുമോ, അല്ലെങ്കിൽ ദിലീഷ് പോത്തൻ കൊളാബ് ചെയ്യുമോ?
നമുക്ക് എഴുതി ഒപ്പിടാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് അല്ലേ ഇവര്. അതെ. അപ്പം കൊളാബ് വരണം. അല്ലാതെ ദിലീപിനെ വേണ്ടിയിട്ട് ഏതെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ബബ്ബ എഴുതിയ പോലെ ഏതെങ്കിലും 2 പിള്ളേരെ കൊണ്ടുവന്നിട്ട് അത് എഴുതിയിട്ട് കാര്യമില്ല. അത് അത്ര ഇപ്പം സത്യനന്ദിക്കാടിൻ്റെ മകൻ പുള്ളി ഇപ്പം ദിലീപിനെ വെച്ച് പടം ചെയ്യുമോ എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരു ഡയറക്ടർ പടം വരണം. അല്ലാണ്ട് ദിലീപേട്ടൻ്റെ പടം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഉള്ളത്. ഡയറക്ടർ പടം വരണം. ഇതിൽ തന്നെ ലാലേട്ടനെ കൊണ്ടുവന്നുകൊണ്ട് ബബ്ബാണ് ആൾക്കാർ പോയത്. ഫസ്റ്റ് ദിവസം ഇത്രയും ആൾക്കാർ പോയത്. അതെ. ദിലീപേട്ടൻ്റെ സ്റ്റാൻഡ് ലോൺ സിനിമയായിരുന്നെങ്കിൽ അത്ര ഹൈപ്പ് അതിന് കിട്ടൂല. അപ്പം അങ്ങനെയുള്ള കൊളാബ് വരണം. പക്ഷെ അത്തരം ആളുകൾ ദിലീപേട്ടൻ കുറ്റക്കാരനല്ല എന്ന് വിധിച്ചിട്ടും കൊളാബ് അത് പണ്ട് ചെയ്ത ആൾക്കാർ, ഇവരൊക്കെ ദിലീപേട്ടൻ വെച്ച് പണം ചെയ്ത ആൾക്കാരാണല്ലോ. എടുക്കാൻ വില്ലിങ് ആവുന്നില്ല. അതെന്തുകൊണ്ടാവാത്തതെന്നുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോ ഉണ്ടായിരിക്കാം. പുള്ളിക്ക് അഭിനയിക്കാൻ അറിയത്തുണ്ടല്ലോ. ഇനിയിപ്പോൾ പണ്ടത്തെ ഫീൽഡ് ഔട്ടായ ഡയറക്ടേഴ്സ് ഇനിയിപ്പോൾ ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇപ്പോഴുള്ള ഈ പറഞ്ഞ ഡയറക്ടർ സെറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇപ്പം അൻവർ റഷീദ് ഇപ്പം ദിലീപേട്ടൻ വെച്ച് പടം തയ്യാറാവും. അവിടെ എല്ലാവരും അവരുടെ ഒരു ക്ലോസ് സർക്കിളിൽ വെച്ചിട്ടാണ് കൂടുതലും കഥകൾ ആലോചിക്കുകയും. അപ്പൊ ആ സർക്കിള് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന കോമഡിയും അതിൽ നിന്ന് വരുന്ന ഡ്രാമയും പരിപാടിയൊക്കെ തന്നെ ഇപ്പം വർക്കാവൂല. എങ്ങനെയെങ്കിലും പിന്നെ തള്ളിക്കയറ്റാന്നല്ലാതെ. ശരിയാ. അത് ജെന്യൂനായിട്ട് വർക്കാണ് ഒരു സിനിമ അത്രയും കളക്ട് ചെയ്തൊരു ഹിറ്റ് ആവണമെങ്കിൽ. അത് തള്ളിക്കയറ്റിയാല് ആ തല്ലിയ സർക്കിൾ മാത്രമേ ഹിറ്റ് ആവും, പബ്ലിക്കിനായിട്ട് ഹിറ്റ് ആവില്ല. ശരിയാണ്. ഇപ്പൊ ബബ്ബയുടെ റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. ഈ പഴത്തൊലി തന്നെ വീടുന്നതൊക്കെ മനഃപൂർവ്വം നമ്മൾ കാണിച്ചേക്കുവാണ്, ഞാനതൊക്കെ വിട്ടു എന്ന് പറയുന്നത്. അതില് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് ലാലേട്ടന്റെ ഒരു ഗസ്റ്റ് റോളിനെ നിശിതമായിട്ട് എല്ലാരും വിമർശിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അശ്വന്താണെന്നുണ്ടെങ്കിലും ഗോകുലത്തിന്റെ ഇപ്പം ഈ സിനിമയിൽ ലാലേട്ടൻ ഗസ്റ്റ് റോളാണ്, കത്തനാരിൽ ലാലേട്ടൻ ഗസ്റ്റ് റോളാണ്, ഗോകുലത്തിന്റെ അടുത്ത സിനിമയിലും ലാലേട്ടനാണ് നായകൻ. ഇപ്പൊ മമ്മൂക്ക ഇപ്പൊ ചത്താപ്പച്ചൽ ഗസ്റ്റ് റോൾ വരുന്നത്. പക്ഷെ അതിനും ഒരുപാട് നെഗറ്റീവ് ആളുകളുടെ അഭിപ്രായം പറയുന്നുണ്ട്. ചത്താപ്പച്ചൽ മമ്മൂക്ക വന്നത് ചിലപ്പോൾ സ്ലാങ് വൈസ് ആൾക്കാർ കണക്ട് ആയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഗസ്റ്റ് റോളുകൾ ഇങ്ങനെ ചെയ്യുന്നതില് കമ്മിറ്റ്മെന്റ്സ് കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഇവർ, അതെയോ ഇവർക്ക് ഇനി എന്ത് നോക്കാൻ കമ്മിറ്റ്മെന്റ്സോ? അല്ലാണ്ട് അങ്ങനെ എന്ത് നോക്കാതാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്തോളൂ. അതല്ല ഇപ്പം എനിക്ക് തോന്നുന്നു ഗോകുലം ഗോപാലൻ ലാലേട്ടനെ പർച്ചേസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അതായത് കമ്മിറ്റ്മെന്റ്സ് അങ്ങനെയല്ല ഉണ്ടാവുന്നേ. ഇല്ലേ ബബ്ബയിലൊക്കെ ലാലേട്ടൻ തലവെക്കേണ്ട ആവശ്യം എന്താ? അത് കോമഡി വേഷം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. ചിലപ്പം മുൻപേ വേറെ പറഞ്ഞ ഡേറ്റ്സ് ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ എമ്പുരാന് ഇദ്ദേഹമാണല്ലോ ബാക്കപ്പ് ചെയ്ത്. അപ്പോൾ ഒരു പാലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിൽ മമ്മൂക്ക ഫണ്ടിട്ട പടമാണ് എനിക്ക് തോന്നുന്നത് ചത്താപ്പച്ച. അതിൽ മറ്റേ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മറ്റേ പുള്ളിയുടെ ജോർജ് ഇല്ലേ, ജോർജ് ചേട്ടനാണല്ലേ. അതുകൊണ്ട് ഇതിന് ഹൈപ്പും പ്രൊമോഷനൊക്കെ വന്നത്. അപ്പോൾ ഇത്തരം സിനിമകൾ ചെയ്യുന്ന സമയത്ത് അതായത് ഇപ്പോൾ ഒരു കൾച്ചറുണ്ട്. ഞാൻ നമ്മുടെ ഭാഷയിൽ മാത്രമല്ല, വെറുതെ കുറച്ച് സമയം വന്ന് ഇപ്പോൾ എടുത്തിറങ്ങിയ ചിരഞ്ജീവിൻ്റെ പടത്തിൽ മറ്റേ നാഗാർജുന വെങ്കടേഷ് അവസാനം കുറച്ച് സമയം. ഇപ്പോൾ സൽമാൻ ഖാൻ മറ്റേ ഇതിൽ ലൂസിഫറിലുണ്ട്, ലൂസിഫറിൻ്റെ തെലുങ്കിലുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് പോകുന്നുണ്ട്. കന്നഡത്തിലും ആ ട്രെൻഡ് ഉണ്ട്. ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്കെയിൽ ഒരു ഗ്രാഫ് ഇവരെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? പടം ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വന്ന് അവസാനം ഒരു കിടിലൻ ക്യാമിയോ ഓട്ടോമാറ്റിക്കലി ഒരു ഹൈപ്പ് കയറി. അപ്പോൾ ആ ഒരു കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഈ പരിപാടി കാണിക്കുന്ന